മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഹോഴ്സ് ഗ്രാം അല്ലെങ്കിൽ മുതിര ചേർത്തിട്ടുള്ള 2 റെസിപ്പീസാണ്. മുളപ്പിച്ചെടുത്ത് മുതിര ചേർത്തിട്ടുള്ള റെസിപ്പീസാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. മുതിര കഴിക്കുന്നതുകൊണ്ട് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. അതിൽ പലർക്കും അറിയാമെങ്കിലും നമ്മളാരും ഇത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മുതിര തലേദിവസം ഒന്ന് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചു. രാവിലെ ആയപ്പോൾ നന്നായിട്ട് കുതിർന്നു വന്നു. അതിനെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചിരുന്നതാണ്. അടുത്ത ദിവസമാണ് ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുന്നത്. അത് ഇതുപോലെ മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ് തയ്യാറാക്കാം. മുളപ്പിച്ചെടുക്കുന്ന ധാന്യങ്ങളിലൊക്കെ പ്രോട്ടീൻ്റെ അളവ് കൂടുതലുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് ധാരാളം പ്രോട്ടീൻ ഉണ്ട്, കാൽസ്യം ഉണ്ട്, അയണും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് ഡയബറ്റിക് ഉള്ളവർക്കും അതുപോലെ കൊളസ്ട്രോൾ കുറയാനും വെയിറ്റ് ലോസിനും ഒക്കെ ഏറെ നല്ലതാണ് മുതിര കഴിക്കുന്നത്. അപ്പോൾ നമുക്കിത് പല രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് ദോശ തയ്യാറാക്കാനായിട്ട് അര കപ്പ് ഉഴുന്ന് ഇതുപോലെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ഒന്ന് കുതിർത്തി വെച്ചിരുന്നതാണ്. അതിൻ്റെ കൂടെ പകുതി മുളപ്പിച്ച ഹോഴ്സ് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. 1 കപ്പ് മുതിരയാണ് ഞാനിവിടെ കുതിർത്താനായിട്ട് ഇട്ട് വെച്ചത്. അതാണ് ഞാനിവിടെ മുളപ്പിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതിയാണ് ഞാനിപ്പം ഈ ദോശയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിൻ്റെ കൂടെ അര കപ്പ് ഉഴുന്ന് കൂടെ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉലുവയും. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് എല്ലാം കൂടെ വേണമെങ്കിൽ ഒരുമിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറ് എല്ലാം കൂടി ഇടാൻ പറ്റാത്തത് കൊണ്ട് 2ആയിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മുതിര നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉഴുന്നും ഉലുവയും കൂടി ചേർത്തതും കൂടെ അരച്ചെടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുതിര എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ളതാണെങ്കിലും ആരും ഇതങ്ങനെ ഉപയോഗിക്കാറില്ല. മുതിര നന്നായിട്ട് നമ്മൾ കറി വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ പുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലൊരു കറിയാണ്. അതിൻ്റെ ഒരു റെസിപ്പി ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 8 മണിക്കൂർ അടച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ കലക്കി വയ്ക്കുന്നത് പോലെ തന്നെ ഞാനിത് വൈകിട്ടാണ് ഇപ്പോൾ കലക്കി വെച്ചിരുന്നത്. ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതുകൊണ്ട് ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് അല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഇഡ്ഡലിയുടെ ഒക്കെ പാകത്തിനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അല്പം വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി ഇത് ലൂസ് ചെയ്തെടുക്കാം. ദോശയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ചൂടായൊരു ദോശ തവയിലേക്ക് ഓരോ തവി വീതം മാവ് കോരി ഒഴിച്ച് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. ഞാനൊരു അല്പം വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ഇതുകൊണ്ട് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം ഗീ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗീയോ ഓയിലോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊന്ന് അല്പം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്പം ഗീയൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറുവശം കൂടി അല്പം ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുതിര ചേർത്തിട്ടുള്ള ദോശ നന്നായിട്ട് മൊരിഞ്ഞ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ഈ മുതിര വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ദോശയുടെ കൂടെ കഴിക്കാറുള്ള ചമ്മന്തിയോ അല്ലെങ്കിൽ സാമ്പാറോ എന്ത് വേണേലും ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. എന്നും ഒരേപോലെയുള്ള ദോശ അരിയും കൊണ്ടൊക്കെ തയ്യാറാക്കി എടുക്കാതെ ഇതുപോലെയുള്ള ധാന്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി വേണേലും തയ്യാറാക്കിയെടുക്കാം. ബാക്കിയുള്ള മുതിര മുളപ്പിച്ചത് കൊണ്ട് നമുക്ക് വേറൊരു റെസിപ്പി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. ഇതൊരു ഞാൻ തോരനാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ സവാള നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ഇത് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചേർത്ത് കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് അര ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ
പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളപ്പിച്ച മുതിര ചേർത്ത് കൊടുക്കാം. മുതിര ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കണ്ട. തേങ്ങയുടെയും അതുപോലെ നമ്മൾ ഈ മുതിര മുളപ്പിച്ചെടുത്തപ്പോൾ ഉള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. തേങ്ങ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്കൊരല്പം ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പം അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങ ചിരകിയത് ഞാൻ ഫ്രീസറിൽ നിന്നും എടുത്തുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കട്ടയായിട്ടിരിക്കുന്നത്. ഞാനത് നേരത്തെ എടുത്ത് പുറത്ത് വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്കൊരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പം ഇടയ്ക്ക് അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയും വേണം. ഇനി ഒരു 2 മിനിറ്റ് കൂടെ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റോളമായി നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 മിനിറ്റ് കൂടെ ഇതുപോലെ സ്റ്റൗവിൽ തന്നെ വെച്ചൊന്ന് ഇളക്കിയെടുക്കാം. വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കിത് സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുതിരയുടെ 2 റെസിപ്പീസാണ് തയ്യാറാക്കിയത്. ഒന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് യൂസ് ചെയ്യാം, ഒന്ന് നമുക്ക് ലഞ്ചിൻ്റെ കൂടെ ഒരു തോരൻ കറിയായിട്ട് നമ്മൾ തയ്യാറാക്കിയതാണ്. ഇന്നത്തെ 2 റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തയ്യാറാക്കിയ ദോശയാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. മുതിര കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇതുപോലെ നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ചേർത്തിരിക്കുന്നത് മുതിരയാണെന്നൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി ആയിരിക്കും. അതിൻ്റെ കൂടെ ഇഷ്ടമുള്ള സാമ്പാറോ ചട്നിയോ എന്ത് വേണേലും തയ്യാറാക്കാം. അതുപോലെ തന്നെ ലഞ്ചിൻ്റെ ഒപ്പം നമുക്ക് ഇതുപോലെ ഒരു തോരൻ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. വേറെ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറിയും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഊണ് നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പീസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.